ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CSS കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ HTML യൂസ് ചെയ്തിട്ട് നമ്മളൊരു വെബ് പേജിന്റെ സ്ട്രക്ചർ ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. CSS യൂസ് ചെയ്ത് നമുക്ക് അതിന് കൂടുതൽ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, CSS യൂസ് ചെയ്യുന്നത്. CSS എന്ന് പറയുമ്പോഴത്തേനും അതിന്റെ ഫുൾ ഫോം വരുന്ന കാസ്കേഡഡ് സ്റ്റൈൽ ഷീറ്റ്സ് എന്നാണ്. അതായത് നമുക്കൊരു HTML സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് CSS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ഒരു സിൻടാക്സ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നത്. ബേസിക് ആയിട്ട് ഇപ്പൊ നമുക്കൊരു CSS കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അതിന്റെ സിൻടാക്സ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു എക്സ്റ്റേണൽ CSS യൂസ് ചെയ്തിട്ടാണ്. അതായത് ഒരു CSS ഫയലിൽ നമ്മൾ ഒരു ഒരു എക്സ്റ്റേണൽ ഫയലിൽ നമ്മൾ CSS കോഡ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ നമ്മുടെ HTML ഫയലുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു എന്താന്ന് വെച്ചാൽ ആ ഒരു ഫയൽ നെയിം കൊടുക്കുക, .css എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ട് സേവ് ചെയ്യുക. തന്നെ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇനി കോഡ് ചെയ്യാൻ പോകുന്നത്. കോഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഏതൊരു എലമെന്റിനാണോ സ്റ്റൈൽ ചെയ്യേണ്ടത് അതിനെ നമ്മൾക്ക് സെലക്ട് ചെയ്യണം. അത് ഒരു സെലക്ടർ യൂസ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. മീൻസ് നമുക്ക് അതിൽ ഏത് എലമെന്റ് ആണെന്ന് നമ്മൾ സെലക്ടറിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് CSS-നോട്. അപ്പോൾ ഇപ്പൊ എനിക്ക് ഹെഡ് 1-നാണ് ഒരു സ്റ്റൈൽ വേണ്ടതെങ്കിൽ H1 എന്ന് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ CSS യൂസ് ചെയ്യുമ്പോൾ ഒരു ടാഗും കൊടുക്കരുത്. ജസ്റ്റ് എലമെന്റ് നെയിം മാത്രം കൊടുത്താൽ മതി, ടാഗ് കൊടുക്കരുത്. ആംഗിൾ ബ്രാക്കറ്റിന്റെ അകത്തായിട്ട് ടാഗ് നമുക്ക് CSS യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ എനിക്ക് H1-നാണ് വേണ്ടതെങ്കിൽ H1-ന് കൊടുത്തു. ദെൻ നമുക്ക് പിന്നെ അതിന്റെ സിൻടാക്സ് വരുന്ന ഒരു കേളി ബ്രാക്കറ്റ് കൊടുക്കുക, കേളി ബ്രാക്കറ്റിൽ എൻഡ് ചെയ്യുക. അതിന്റെ ഉള്ളിലാണ് നമുക്ക് ആ H1-ന് എന്തൊക്കെ സ്റ്റൈൽ വേണം എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കളർ കൊടുത്തു വിചാരിക്കുക, ടെക്സ്റ്റ് കളറാണ് കളർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കളർ കൊടുത്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെയായിട്ട് വേറെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു വേറെ പ്രോപ്പർട്ടി ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ വേറെ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കിനി ഇതൊക്കെ എന്തിനൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എനിക്ക് എക്സാമ്പിൾ ബോഡിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വേണം എന്നുണ്ടെങ്കിൽ ബോഡി എന്നുള്ളതാണ് എലമെന്റ്, സെലക്ടർ. ദെൻ അതിനകത്തേക്ക് പ്രോപ്പർട്ടീസ് കൊടുക്കുക. എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ ആയതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിപ്പോൾ കൊടുക്കുകയാണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ഇനി അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പാരഗ്രാഫിന് വേറൊരു കളർ വേണം എന്നുണ്ടെങ്കിൽ ടാഗ് കൊടുക്കരുത്, പാരഗ്രാഫിൻ്റെ അകത്ത് കൊടുക്കുക. എന്നിട്ട് വേറെ കളർ ടെക്സ്റ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ കൊടുക്കുക. ഇപ്പൊ ഞാനൊരു റോയൽ ബ്ലൂ കൊടുത്തു. ഇനി നമുക്കൊരു വേണമെങ്കിൽ ഫോണ്ട് സൈസും കൂടി, ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി, എത്ര പ്രോപ്പർട്ടീസ് വേണമെങ്കിലും നമുക്കിങ്ങനെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഫോണ്ട് സൈസ് എത്ര പിക്സൽ ആണെന്ന് വെച്ചാൽ ഒരു പിക്സൽ വെച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സിൻടാക്സ് വന്നിരിക്കുന്ന എല്ലാവർക്കും ക്ലിയർ ആയി തോന്നുന്നത്. അതായത് നമ്മളൊരു സെലക്ടർ കൊടുക്കുന്നു, ദെൻ കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കേളി ബ്രാക്കറ്റ് എൻഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, അതായത് ഒരു പ്രോപ്പർട്ടി കോളൻ പിന്നെ പ്രോപ്പർട്ടിയുടെ വാല്യൂ, കളർ എന്നുള്ളതാണ് പ്രോപ്പർട്ടി, അതിന്റെ വാല്യൂ ആണ് ബ്ലൂ വയലറ്റ് എന്നുള്ളത്, എന്നിട്ട് സെമിക്കോളൻ. അത്രയാണ് ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സിൻടാക്സ്. അങ്ങനെ സിമിലർലി എത്ര പ്രോപ്പർട്ടീസ് വേണമെങ്കിലും നമുക്കൊരു എലമെന്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് അതിൻ്റെ അകത്തൊരു ബേസിക് സിൻടാക്സ് വരുന്നത്. ഇത് സേവ് ചെയ്യുക. ദെൻ നമുക്ക് ഇങ്ങനെ ഒരു CSS ഉണ്ട്, ഇങ്ങനെ ഒരു HTML ഉണ്ട്. പക്ഷെ ഇത് തമ്മിലൊരു കണക്ഷൻ വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ ഇത് റൺ ചെയ്ത് നോക്കുവാണെങ്കിൽ, HTML പേജ് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിലും നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത സ്റ്റൈൽസ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇത് തമ്മിലൊരു കണക്ഷൻ വേണം. അതിന് ഹെഡിന്റെ ഉള്ളിൽ തന്നെ ആയിട്ട് ലിങ്ക് എന്ന് പറയുന്നൊരു ടാഗ് ഉണ്ട്. ടാഗ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് href എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കാണും. ആ hrefന്റെ അകത്തേക്ക് നമ്മുടെ CSS-ന്റെ നെയിം കൊടുക്കുക. സെയിം ഫോൾഡറിലായതുകൊണ്ടാണ് നെയിം കൊടുക്കുന്നത്, അല്ലെങ്കിൽ പാത്തായിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത എല്ലാ ഒരു സ്റ്റൈലും കാര്യങ്ങളും ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്.
അപ്പൊ അത്രയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അതായത് നമുക്കൊരു CSS എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, CSS കൂടി എങ്ങനെയാണ് നമുക്ക് സ്റ്റൈൽ കൊടുക്കാൻ പറ്റുന്നത്, കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ എങ്ങനെയാണ് CXSന്റെ സിൻടാക്സ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.